വേദാന്തു മലയാളം. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ. അതായത് പല കുഞ്ഞുങ്ങൾക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്ങനെയാണ് മിസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പഠിക്കാൻ കഴിയുക, പഠിക്കാൻ സാധിക്കുന്നില്ല, അതിനെന്തെങ്കിലും എളുപ്പ വഴികളുണ്ടോ എന്നൊക്കെ ചോദിച്ചു വരും. അപ്പം അങ്ങനെ ഉള്ള ചില എളുപ്പ വഴികളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ കോൺസെപ്റ്റും ഓരോ ടോപ്പിക്കും ഈസി ആയിട്ട് പഠിക്കുക, എങ്ങനെ നമുക്കത് ഓർത്തിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ചില ടിപ്സാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് നമ്മൾ എങ്ങനെ വായിക്കാം എന്നതിലാണ്. എങ്ങനെയാണ് വായിക്കുക? നമ്മൾ കംപ്ലീറ്റ് ടോപ്പിക് ഇങ്ങനെ ഒറ്റയടിക്കിരുന്ന് വായിച്ചാൽ നമുക്കൊന്നും തലയിൽ കയറില്ല അല്ലേ. ചില ആൾക്കാരുണ്ട് സ്റ്റോറി ബുക്ക് വായിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് നമ്മളെ സബ്ജക്ട്സിലെ ഓരോ ടോപ്പിക്കും വായിക്കുക. പക്ഷെ അങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ കോൺസെപ്റ്റ് മനസ്സിലാവില്ല. അപ്പം നമ്മളെപ്പോഴും പഠിക്കാനാണ് ഞാനിത് വായിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി വേണം ഇരിക്കാൻ. ഓക്കെ, അപ്പം നിങ്ങൾ എപ്പോഴും വായിക്കാൻ തുടങ്ങുമ്പം ഫസ്റ്റത്തെ വായന എന്ന് പറയുന്നത് പ്രൈമറി റീഡിങ്, അത് നിങ്ങൾ സിമ്പിളായിട്ട് വായിച്ചോളൂ. പക്ഷേ സെക്കൻഡ് ടൈമും തേർഡ് ടൈമും നിങ്ങൾ വായിക്കുമ്പോൾ ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം വായിക്കാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫോർത്ത് ഫിഫ്ത്ത് ടൈമിലേക്ക് എത്തുമ്പം നിങ്ങൾ ആ കോൺസെപ്റ്റ് പഠിക്കും, പെട്ടെന്ന് തന്നെ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അതേപോലെ ഒരു തവണയോ രണ്ട് തവണയോ കൊണ്ട് മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും പഠിക്കാൻ സാധിക്കില്ല. എപ്പോഴും ഒരു 4, 5 അല്ലെങ്കിൽ to 10 ടൈംസ് ഒക്കെ നിങ്ങൾ വായിക്കുക. ഓക്കെ, അതും ഈ പറഞ്ഞ രീതിയിൽ ആദ്യം സിമ്പിളായി വായിച്ച് പിന്നെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പിന്നീടുള്ള വായനകൾ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ ഒരിക്കലും ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു വലിയ പോർഷൻ ഒറ്റയടിക്ക് ഇരുന്ന് പഠിക്കരുത്. എപ്പോഴും നിങ്ങളൊരു ചാപ്റ്ററിനെ ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വലിയ പോർഷനെ ഡിവൈഡ് ചെയ്ത് കുഞ്ഞി പോർഷൻ ആക്കിയിട്ട് വേണം നിങ്ങളത് പഠിക്കാനായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്ക് ഫസ്റ്റത്തതൊക്കെ മറന്നു പോകും. അപ്പം അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ ഒരിക്കലും നിങ്ങൾ ഒരു വലിയ പോർഷനെ പഠിക്കാൻ പാടില്ല. എപ്പോഴും അതിനെ ഡിവൈഡ് ചെയ്ത് സ്മോൾ ബിറ്റ്സ് ആക്കി മാറ്റിയിട്ട് ഓരോ ബിറ്റും ഇൻഡിവിജ്വലായിട്ട് പഠിക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് വേഗം സിമ്പിൾ ആയിട്ടുള്ളതിൽ നിന്ന് തുടങ്ങും, അപ്പോൾ അവസാനം എത്തുമ്പോഴേക്കും അവർക്ക് ടഫ് ടോപ്പിക് ഉണ്ടാകും, അത് അവരങ്ങ് സ്കിപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ഇത് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ? എപ്പോഴും നമ്മൾ വീക്കസ്റ്റ് ടോപ്പിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ സബ്ജക്റ്റ് ഏതാണോ വീക്ക്, എനിക്ക് ഈ സബ്ജക്റ്റാണ് ഏറ്റവും ബുദ്ധിമുട്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചെടുക്കുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് അറിയുന്ന സിമ്പിൾ സബ്ജക്ട്സിലേക്കോ സിമ്പിൾ ടോപ്പിക്സിലേക്കോ പോവാനായിട്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പോർഷനും കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ വായിക്കുമ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി എങ്ങനെ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണ്ടേ? നോട്ട് പ്രിപ്പയർ ചെയ്യാതെ പഠിക്കാനേ പാടില്ല. ഓക്കെ, വെറും ടെക്സ്റ്റ് ബുക്കിന്റെ സഹായത്തോടു കൂടി വെറും കണ്ടിന്യൂസ് റീഡിങ്ങിൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ച് ഓർമ്മയിൽ ഒരു കണ്ടന്റും വെക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? നോട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷെ പണ്ട് മുതലേ ശീലിച്ചു വരുന്ന ഒരു രീതി ഉണ്ട് അല്ലേ. അതായത് നമ്മളെ കയ്യിൽ ഒരു കോളേജ് നോട്ട് ഉണ്ടാകും, അതിൻ്റെ ഫസ്റ്റ് എടുത്താൽ ഫിസിക്സ്, ലാസ്റ്റ് പേജിലേക്ക് കെമിസ്ട്രി, നടുവിൽ ബയോളജി, അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലേ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അതൊക്കെ ഇനി മാറ്റുക. നമ്മളെപ്പോഴും നോട്ട് ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഒന്ന്, ഓരോ സബ്ജക്റ്റിനും ഇൻഡിവിജ്വൽ നോട്ട്സ് തന്നെ എടുക്കുക. ഓക്കെ, അതേപോലെ നിങ്ങൾ നോട്ടിൽ എന്താണോ എഴുതുന്നത് അത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, നിങ്ങൾക്കത് എടുത്താൽ ഏതൊക്കെ പോർഷൻ എവിടെയാണ്, ചാപ്റ്റേഴ്സ് ഓർഡറിലാണോ, ആ രീതിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണം. ആ രീതിയിൽ മാത്രമേ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്കത്തെ ലൈനുകൾ അതേപടി കോപ്പി അടിക്കരുത്. നിങ്ങൾ നിങ്ങളതായ രീതിയിലുള്ള ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ്. ഓക്കെ, അതായത് നിങ്ങൾ ആ ടോപ്പിക്ക് വായിച്ച് എന്ത് മനസ്സിലാക്കിയോ അത് നിങ്ങൾ ചെറിയ നോട്ടിൻ്റെ രൂപത്തിലേക്ക് മാറ്റണം. അത് മാത്രമല്ല എപ്പോഴും അത് സിമ്പിൾ ലാംഗ്വേജിലായിരിക്കണം. ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ അതേ ലാംഗ്വേജ് അതേ ടേംസ് യൂസ് ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടില്ല. നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പം നിങ്ങൾക്കത് വായിച്ചാൽ ആ കണ്ടന്റ് കിട്ടുന്ന രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ. അത് വളരെ ഷോർട്ട് ആയിരിക്കണം. എപ്പോഴും ബുള്ളറ്റ് പോയിന്റ്സ് യൂസ് ചെയ്യുക. പാരഗ്രാഫ്സിന്റെ സിസ്റ്റമേ ഒഴിവാക്കുക. ഓക്കെ, നിങ്ങൾ ഇനി എക്സാം എഴുതുമ്പോൾ പോലും ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതുകയാണെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ബുള്ളറ്റ് പോയിന്റ്സിലാണ് നോട്ട് ഉണ്ടാക്കിയതെങ്കിൽ ആ പോയിന്റ്സ് പെട്ടെന്ന് നിങ്ങൾക്ക് വായിച്ചെടുക്കാനും സാധിക്കും. ഓക്കെ, അതാണ് നമ്മളെ കണ്ണിൽ പെട്ടെന്ന് പിടിക്കുക അല്ലേ. സോ ബുള്ളറ്റ് പോയിന്റ്സിൽ വേണം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യാൻ. നെക്സ്റ്റ് വൺ ഈസ്, നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റോ നോട്ടോ എന്തോ ആയിക്കോട്ടെ, പഠിക്കുന്ന സമയത്ത്
ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ ഷോർട്ട് നോട്ട് എടുക്കുന്നു, അതിൽ നിങ്ങൾക്ക് ടേംസ് ഒക്കെ ഉണ്ടാകും, ആദ്യമായിട്ട് പഠിക്കുന്ന ടേംസ് ഉണ്ടാകും, ചില ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക. അപ്പം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുക. നിങ്ങൾ ഡെഫിനേഷൻസിന് ഒരു കളറ്, നിങ്ങൾക്ക് ടേംസിന് ഒരു കളറ്. ഓക്കെ, അപ്പം അങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കളേഴ്സ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് വേണം എപ്പോഴും ഹൈലൈറ്റ് ചെയ്യാൻ. അതേപോലെ ഹൈലൈറ്റ് ചെയ്യുമ്പം ഇങ്ങനെ നീറ്റായിട്ട് ഹൈലൈറ്റ് ചെയ്യുക, ഒരിക്കലും ഫുള്ളായിട്ട് ഹൈലൈറ്റ് ചെയ്യരുത്. നമ്മൾ എഴുതിയ എല്ലാ സെൻറ്റൻസും ഹൈലൈറ്റ് ചെയ്ത് പോവരുത്. ഓക്കെ, ക്രിസ്പായിട്ട് വേണ്ടത് മാത്രം ഹൈലൈറ്റ് ചെയ്യാം. എപ്പോഴും സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം. അത് നമ്മൾ സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ നമുക്ക് വോൾ ഉണ്ടാവും അല്ലേ, ആ വോളിൽ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യുക. ആ സ്റ്റിക്കി നോട്ട്സിൽ നിങ്ങൾ ഫോർമുലാസ് എഴുതാം, ഇക്വേഷൻസ് എഴുതാം, ഓക്കെ, ഷോർട്ട് പോയിന്റ്സ് എഴുതാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആ ഷോർട്ട് നോട്ട് ആക്കി നിങ്ങൾ മതിലിൽ ഒട്ടിച്ചു വെക്കുക. അപ്പം നിങ്ങൾ എപ്പോഴൊക്കെ പാസ് ചെയ്യുന്നു അറിയാതെ നിങ്ങളത് നോക്കിപ്പോകും, നിങ്ങൾക്ക് അപ്പോഴൊക്കെ അത് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഓർമ്മിക്കാൻ പറ്റും. അതൊരു റിവിഷനാണ്. അതേപോലെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലോ നോട്ട് ബുക്കിലോ നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സ് ഒട്ടിച്ചു വെക്കാം. അതെന്തിനു വേണ്ടിയിട്ടാ, അതായത് ഓരോ ടോപ്പിക്കും അല്ലെങ്കിൽ ആ ടോപ്പിക്കിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് എന്താ, വളരെ സ്പെസിഫിക് ആയിട്ട് ആ ടോപ്പിക്കിൽ എനിക്ക് ഇതാണ് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്സിലോ ടെക്സ്റ്റിലോ സ്റ്റിക്കി നോട്ട്സ് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മളൊരു ടോപ്പിക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാനും ഓർത്തെടുക്കാനും കഴിയുന്നത്. എപ്പോഴും ഒരു ടോപ്പിക്ക് ബൈഹാർട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ബൈഹാർട്ട് ചെയ്യരുതടാ. നമ്മൾ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്തായാലും മറന്നു പോകും. അപ്പം നമ്മളിത് ഓർത്തെടുക്കണമെങ്കിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു ഷോർട്ട് സ്റ്റോറി ഉണ്ടാക്കുക, ഇത് വെച്ചിട്ട് ഒരു കഥ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ പാട്ടിലൂടെ പഠിക്കുന്നവരുണ്ട്. ചില ആൾക്കാർ ചില കാര്യങ്ങൾ കുഞ്ഞു കവിതകളാക്കിയിട്ട് മാറ്റുക അല്ലേ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ന്യൂമോണിക്സിലൂടെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. ഇപ്പം നോക്കിക്കേ, കെമിസ്ട്രിയിലെ ചില എലമെന്റ്സ്, അതായത് നമ്മൾ ഹൈഡ്രജൻ മുതൽ ഫ്രാൻഷ്യം വരെ നമുക്ക് പഠിക്കണം. കണ്ടില്ലേ, ഹിസ് ലാസ്റ്റ് സൺ പ്ലേസ് റുഗ്ബൈ, ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ. നിങ്ങൾ ഇത് ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാ എലമെന്റ്സും അവിടെ കിട്ടി. ഇനി ഇതിപ്പോൾ നമ്മൾ ബയോളജിയിലെ ഒരു എക്സാമ്പിൾ ആണ്, നമ്മൾ ലിവിങ് വേൾഡിലെ ഒരു എക്സാമ്പിൾ ആണ് അല്ലേ. നോക്കിക്കേ, നമ്മൾ KPC ഓഫ് GS എന്നുള്ളത് നമ്മൾ അതിന്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ട് പഠിക്കുന്നതാണ്. പക്ഷെ ചില ആൾക്കാർക്ക് അതും ഓർമ്മയുണ്ടാവില്ല. അപ്പൊ എന്താ ചെയ്യണ്ടേ, ഇങ്ങനത്തെ ന്യൂമോണിക് യൂസ് ചെയ്യുക. ഡിയർ കിങ്, പാരമീഷ്യം കെയർസ് ഓൺലി ഫോർ ഗ്രീൻ സ്പൈറുലിന. കണ്ടില്ലേ, അതിൽ ഒരു അർത്ഥം ഉണ്ട് അല്ലേ, ഒരു അർത്ഥമുള്ള സെന്റൻസ് ആണല്ലേ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കും എപ്പോഴും ഓർത്തിരിക്കാൻ കഴിയുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുമ്പം ബുള്ളറ്റ് പോയിന്റ്സിനേക്കാൾ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് കോൺസെപ്റ്റ് മാപ്പിൻ്റെയോ ഫ്ലോ ചാർട്ടിൻ്റെയോ രൂപത്തിൽ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. ഫ്ലോ ചാർട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ സെൻറ്റൻസുകളുടെ ഒന്നും ആവശ്യമില്ല. ആ ടേംസിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ ആ ഒരു കണ്ടന്റിനെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെയാണ് നമ്മളെ കോൺസെപ്റ്റ് മാപ്പും സ്പൈഡർ മാപ്പും ഒക്കെ. ക്രിസ്പായിട്ട് ഒരു ടോപ്പിക്കിൽ വരുന്ന പോയിന്റ്സ് എന്തൊക്കെ, ഞാൻ ഇതിൽ എന്തൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്, നിങ്ങൾ ഈ രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്താൽ ഈസിയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യവും നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈല് ഡിഫറെൻ്റാണ്. ചില ആൾക്കാർക്ക് കേട്ട് പഠിക്കാനാണ് ഇഷ്ടം, ചില ആൾക്കാർ വായിച്ചാൽ മനസ്സിലാവില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക, തൊട്ടടുത്തുള്ള ഫ്രണ്ടിനോട് പറയും, നീ ഒന്ന് എനിക്ക് ഇത് സിമ്പിളാക്കി പറഞ്ഞു തന്നെ. അവൻ പറഞ്ഞു കൊടുത്ത പാട് ഇവൻ അതെല്ലാം പഠിച്ചിട്ടുണ്ടാകും. അപ്പം ഓരോരുത്തരുടെ ലേണിംഗ് സ്റ്റൈൽ വ്യത്യാസമാണ് അല്ലേ. ചിലർക്ക് വായിച്ച് തന്നെ പഠിക്കണം, ഉറക്കെ വായിച്ച് പഠിക്കണം. ചിലർക്ക് സൈലൻ്റ് ആയിട്ട് ഒരു എന്താ പറയുക, ശാന്തമായി പഠിക്കണം. പക്ഷെ ചിലർക്കോ എഴുതി പഠിക്കേണ്ടവരുണ്ട് അല്ലേ, എഴുതി തന്നെ പഠിക്കേണ്ട ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, എന്നിട്ട് വേണം നമ്മൾ പഠിക്കാൻ. വായിച്ച് പഠിക്കാനാണ് ഇഷ്ടം, അല്ലെങ്കിൽ വായിച്ച് പഠിച്ചാലേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. എഴുതി പഠിക്കേണ്ടവർ ടൈം കണ്ടെത്തി എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, സോ നിങ്ങൾ ലേണിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുക. പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റഡ് ആയിട്ടിരിക്കണം. അതായത് നമ്മളെ സെൻസ് ഓർഗൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മളെ കണ്ണ്, നമ്മളെ ചെവി, ഇതൊക്കെ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റഡി പ്ലാൻ. അതായത് ഒരു സ്റ്റഡി പ്ലാനും ഇല്ല, വേഗം വന്നിരുന്നിട്ട് എല്ലാ സബ്ജക്റ്റും നിരത്തി വെച്ച് ഞാൻ ഇതിലേതാ പഠിക്കേണ്ടേ അപ്പം ആലോചിച്ച് എന്നാൽ പിന്നെ ഇത് പഠിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചടയ്ക്കും. അതായത് അത് വായിച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും, അയ്യോ എന്നാൽ പിന്നെ മതി, ഫിസിക്സ് വേണ്ട, ഞാൻ ബയോളജി എടുക്കുക, അല്ലെങ്കിൽ ഞാൻ കെമിസ്ട്രി എടുക്കുക, അല്ലെങ്കിൽ ഞാൻ മാത്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഇതിനൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ഓർഡർ ഇല്ല അല്ലേ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഓക്കെ, ഡെയിലി നിങ്ങൾ ഏത് ടൈമാണ് പഠിക്കുന്നത്, രാവിലെ ആണോ,
ഈവനിങ് ആണോ നൈറ്റ് ആണോ, ഒരു ഷെഡ്യൂൾഡ് ടൈം വേണം. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഡെയിലി അതേ സമയത്തിന് നിങ്ങൾ പഠിക്കുക. ആ സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങൾ സ്റ്റിക്ക് ആവണം. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നണം, മനസ്സിലാക്കണം, അതായത് ഇന്ന് ഞാൻ വന്നിട്ട് ഈ സ്റ്റഡി പ്ലാനിൽ ഈ സബ്ജക്റ്റിൽ ഈ ടോപ്പിക്കിൽ പഠിക്കും, ഇത്ര ടൈമിൽ ഞാനത് പഠിക്കും. ഓക്കെ, അത് നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്യാം. പഠിക്കുന്ന സ്ഥലം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കിടക്കുന്ന കട്ടിലിലോ സോഫയിലോ ഒന്നും ഇരുന്ന് പഠിക്കാൻ പാടില്ല. ഒരു ഡിസ്ട്രാക്ഷൻസും വോയിസും വരാത്തൊരു ക്വയറ്റ് ആയിട്ടുള്ള, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സ്പേസ് നിങ്ങൾ ഉണ്ടാക്കുക. ഓക്കെ, അവിടേക്ക് നിങ്ങൾ വേറെ ഒരു ഡിസ്ട്രാക്ഷൻസ് കൊണ്ടുവരാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പം നിങ്ങളെ ശ്രദ്ധ വേറെ ഒന്നിലേക്കും പോകാൻ പാടില്ല. ഓക്കെ, സോ കൺസിസ്റ്റൻസി ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. റെഗുലർ ആയിട്ട് പഠിക്കുക. 2 ദിവസം പഠിച്ചിട്ട് 2 ദിവസം റെസ്റ്റ് എടുക്കുക, അങ്ങനെയല്ല നിങ്ങളെ സ്റ്റഡി പ്ലാൻ വേണ്ടത്. നിങ്ങൾ തുടരെ പഠിക്കുന്ന രീതിയിൽ വേണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാൻ. പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ എങ്ങനെയാ പെട്ടെന്ന് വന്നിരുന്ന് 4 മണിക്കൂറോ 5 മണിക്കൂറോ 6 മണിക്കൂറൊക്കെ പഠിക്കാനിരിക്കുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കേട്ടോ. അതായത് എപ്പോഴും പഠിക്കുമ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കണം. ഒരു 2 hours പഠിച്ചു കഴിഞ്ഞാൽ ഒരു 20 minutes ഒക്കെ എന്തായാലും ബ്രേക്ക് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ മണിക്കൂറുകൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങളെ കോൺസെൻട്രേഷൻ ഒക്കെ പോകും. മണിക്കൂറുകൾ കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ ശ്രദ്ധ വിട്ടുപോകും, ഓർമ്മശക്തി ഒക്കെ കുറയും, എനർജി കുറയും, നിങ്ങൾ ടയേർഡ് ആകും, ക്ഷീണിക്കും. അപ്പം അതില്ലാതിരിക്കാൻ എപ്പോഴും ബ്രേക്ക് എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് ടെസ്റ്റ് യുവർ സെൽഫ്. അതായത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണ്ടേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. അതിന് നിങ്ങൾ കാണാതെ സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്കുണ്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അവരെന്താ ചെയ്യുക, കൂടെയുള്ള, അതായത് വീട്ടിൽ ആരാണോ ഉള്ളത്, സിസ്റ്റർ ആവാം, ബ്രദർ ആവാം, ചിലപ്പോൾ അമ്മയാകാം, അവരോട് പറയാം ഞാനിത് പഠിച്ചു, എന്നോടൊന്ന് ചോദിക്കണം, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് നോക്കണം. ആ രീതിയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് സ്വന്തമായിട്ട് നടത്തുക. ഈ രീതിയിൽ നിങ്ങൾ പഠിച്ച കണ്ടന്റ് തറവ് ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ തന്നെ സെൽഫായിട്ട് അനലൈസ് ചെയ്യുക. Okay, and always remember the 3 R's: read, revise, repeat. എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഒരു ടോപ്പിക് ഇന്ന് പഠിച്ചു, ഇനി ആ ടോപ്പിക്ക് 3 മാസം കഴിഞ്ഞുള്ള എക്സാമിനേ എടുക്കുള്ളൂ, ഇനി ഞാൻ അത് പഠിക്കുകയുള്ളൂ എന്ന് വിചാരിക്കരുത്. ഓക്കെ, നമ്മൾ എത്രത്തോളമാണോ കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്യുന്നത് അത്രയും നമുക്കത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം റിവൈസ് ചെയ്യാം. ഓക്കെ, ഇതേ പ്രൊസീജിയേഴ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക്കും വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ ടിപ്സൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് എല്ലാ സബ്ജക്റ്റിലും ഉറപ്പിക്കാം. ഓക്കെ, അപ്പം ഇതുപോലെയുള്ള ടിപ്സിന് വേണ്ടിയിട്ടും ട്രിക്സിന് വേണ്ടിയിട്ടും ക്ലാസ്സസിന് വേണ്ടിയിട്ടും വേദാന്തു മലയാളം ചാനൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റാ.